വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ചില്ലറ വ്യാപാരികൾ 27 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തും. 27 മുതൽ 30 വരെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലും ധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കമ്മീഷൻ വിതരണം കൃത്യമാക്കുക, കുടിശ്ശിക കമ്മീഷൻ ഉടൻ വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾക്കുള്ള സർക്കാർ വിഹിതം ലഭ്യമാക്കി വിതരണം കൃത്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ 31-ന് ജില്ലാതലത്തിൽ ധർണയും സംഘടിപ്പിക്കുമെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സൂചനാ സമരങ്ങൾ എല്ലാ വിധത്തിലും ബന്ധപ്പെട്ടവരെ ഇക്കാര്യം അറിയിക്കുന്നതിനും പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും ഈ റേഷൻ വ്യാപാരി സംഘടനകൾ ഒറ്റയ്ക്കും അതുപോലെ തന്നെ കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിലും പരമാവധി പരിശ്രമിച്ചു. ഏകദിന കടയടപ്പ് സമരങ്ങളുണ്ടായി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2 ദിവസം തുടർച്ചയായി ധർണ നടത്തിക്കൊണ്ടും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും ഒരുമിച്ച് കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. ഇതൊന്നും തന്നെ ഫലവത്താവാത്ത സാഹചര്യത്തിലാണ് അടുത്ത 27-ാം തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾ റേഷൻ വ്യാപാരികൾ നിർബന്ധിതരായത്. റേഷൻ വ്യാപാരികൾക്ക് ഇപ്പൊ ലഭിക്കുന്ന കമ്മീഷൻ 18,000 രൂപ അടിസ്ഥാനം എന്ന് സർക്കാർ പറയുമ്പോൾ വളരെ ചുരുക്കം എന്ന് വെച്ചാൽ പകുതിയിൽ താഴെ കടകൾക്ക് മാത്രമാണ് അതിന്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 45 ക്വിന്റൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സപ്പോർട്ടിംഗ് മണിക്ക് അവർ അർഹതയുള്ളൂ എന്ന വളരെ വിചിത്രമായ ഒരു നിയമം ഇതിൽ എഴുതി ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ചും ഇപ്പോ ഈ പോർട്ടബിലിറ്റി സമ്പ്രദായം നിലനിൽക്കുക. ഏത് കടയിൽ നിന്നും റേഷൻ സാധനങ്ങൾ കൈപ്പറ്റാം. അപ്പോൾ ഉപഭോക്താക്കൾ അവർക്ക് സൗകര്യമുള്ള കട എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോകും വാങ്ങും. ഇത് സാധാരണക്കാരായ റേഷൻ കടക്കാരെ സംബന്ധിച്ച് അവന്റെ കടയിൽ രജിസ്റ്റർ ചെയ്ത കാർഡ് ഉടമകളുടെ കുറവിനും അതുവഴി അവൻ ഈ പറഞ്ഞ കമ്മീഷൻ പോലും ലഭിക്കാത്തൊരു സാഹചര്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് 5,000 രൂപ വരെ മാത്രം കിട്ടുന്ന കടകളാണ് കേരളത്തിൽ പകുതിയോളം വരുന്ന റേഷൻ കടകൾ. കൺവീനർ ഉണ്ണി തിരൂർ, ട്രഷറർ കബീർ അമ്പാരത്ത്, എം മണി, എ ശ്രീധർ, ജയകൃഷ്ണൻ കിഴക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.